ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ Q&Aയുടെ തേർഡ് പാർട്ടാണ്. കഴിഞ്ഞ കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ പറക്കിയെടുത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത്. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ കമന്റ് ബോക്സിൽ പറയാം, കുറച്ച് എളുപ്പമാവും കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുക. അപ്പൊ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കോമൺ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൗത്തിന് ചുറ്റുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്തുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച മാത്രമല്ല, അതിന് മുന്നേ ഒക്കെ 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കമന്റ് ബോക്സിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മൗത്ത് ഏരിയയുടെ ചുറ്റും ഒരു ഡാർക്ക്നെസ് വരുന്നത് അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഹൈപ്പർ പിഗ്മെന്റേഷൻ എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ആണ് മെലാനോസൈറ്റ്സ്. ഇത് ഒരുപാട് കളർ തരുന്ന പിഗ്മെന്റ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് മെലാനിൻ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ഏരിയയിൽ മാത്രം കളർ പിഗ്മെന്റേഷൻ കൂടുന്നത്. അതിന് ഒരുപാട് റീസൺ കാണും ഈ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. അതല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് വരാം വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണെങ്കിലും നമുക്ക് അങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരുപാട് സൺ എക്സ്പോഷർ കാരണം വരാം. മെലാസ്മ ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ ഇൻ ദ സെൻസ് നമുക്ക് എന്തെങ്കിലും അലർജി വരത്തില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു അലർജി ചൊറിച്ചിലൊക്കെ വന്നാൽ നമുക്ക് ഈ മൗത്തിന് ചുറ്റുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ്, അതായത് കോജിക് ആസിഡോ ആൽഫ ആർബിറ്റിനോ അല്ലെങ്കിൽ അസലിക് ആസിഡോ ഗ്ലൈക്കോളിക് ആസിഡോ ആൽഫ ആർബിറ്റിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് മാറും. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എന്തുകൊണ്ട് അത് വന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ കുറെ ക്രീം വാരി ഇട്ട് കഴിഞ്ഞാൽ ആ വരുന്ന റീസൺ മനസ്സിലാക്കാതെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും തിരിച്ച് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ചെയ്ത കാര്യം വർക്ക് ആവാത്തതാണെന്ന്. അത് വർക്ക് ആവാത്തുണ്ടല്ലോ, അത് അതിന് പറ്റാവുന്നത്രയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു എന്തുകൊണ്ടാണ് ആ കാരണക്കാരനെ നമ്മൾ അവിടെ നിർത്തിയിട്ട് സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പാട് മാറാത്തത്. ഞാൻ ഈ കുറെ പേര് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഏതാസാണെന്ന്. ഇപ്പൊ സ്ഥിരം വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ ഇതിനെ പറ്റിയൊക്കെ ഒരു ധാരണയുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ മെലാനിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന കുറെ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് സെറമായിട്ടും ക്രീമായിട്ടും ഒക്കെ കിട്ടും. ഒരുപാട് കമ്പനികളുടെ ഒരുപാട് കോൺസെൻട്രേഷനിലൊക്കെ ഇതുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല. അപ്പം ഈ റീസൺ കാരണമാണ് നമുക്ക് ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നത്, നമ്മുടെ ഈ മൗത്തിന് ചുറ്റും ഏരിയയിൽ കളർ കൂടുന്നത്. അത് മനസ്സിലായല്ലോ. ഇനി അടുത്തെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ്. നമ്മൾ ഗേൾസ് ആണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും മെലാസ്മ കാരണമോ അതല്ലെങ്കിൽ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാരണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ച് ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇത് വരുന്നത്. അതല്ലെങ്കിൽ സൺ എക്സ്പോഷർ ഒക്കെ കൊണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് ഇത് വരുന്നത്. പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ പ്രഗ്നൻസി മാസ്ക് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അത് ഞാൻ പ്രഗ്നൻസിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഹോർമോണൽ ചേഞ്ച് കാരണം നമ്മൾ മൊത്തത്തിൽ ഒന്ന് കറുക്കും അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ വരും. അത് പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ച് കാരണം ഉണ്ടാവുന്നതാണ്. കാരണം അത്രയും കോംപ്ലക്സ് റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ നടക്കില്ലേ, അതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. അത് നോർമലി പ്രഗ്നൻസിയെ കഴിഞ്ഞ് ഡെലിവറിയെ കഴിയുമ്പോഴത്തേക്ക് മാറും. അല്ലെങ്കിൽ ചിലപ്പോൾ വന്നത് പോകാനായിട്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ക്രീം യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ അങ്ങനെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അസലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള സെറമോ ക്രീമോ യൂസ് ചെയ്യുക. അസി ക്രീം അങ്ങനെയൊക്കെ ഒരുപാട് എണ്ണം ഉണ്ട്. അല്ലെങ്കിൽ എർത്തൃതത്തിന് തന്നെ അസലിക് ആസിഡ് ക്രീം സെറംസ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് വാങ്ങി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ് ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കൺട്രോൾ ചെയ്യും. പക്ഷെ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അസലിക് ആസിഡ് ആണ്. അപ്പൊ അത് മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി എന്തുകൊണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് നമുക്കൊരു ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഗ്ലൈക്കോളിക് ആസിഡ് ആദ്യം തന്നെ നമ്മുടെ സ്കിന്നിൽ ഡയറക്റ്റ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മോർണിംഗ് നൈറ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ അതൊരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് കൂടിയാണ്. അപ്പൊ നമ്മളൊരു പരിധി കൂടുതൽ അത് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുകയും നമുക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻ വരാനും മൂക്കുരു വരാനും ഇച്ച്നെസ് വരാനും ഒക്കെ കൂടുതലാണ്, ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് കൂടെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. മാത്രമല്ല അതിന്റെ കൂടെ വേറെ ഒരു ആക്റ്റീവ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ പ്രഗ്നൻസി സമയമാകുമ്പോൾ എന്തായാലും റെറ്റിനോൾ യൂസ് ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾ വിറ്റാമിൻ സി സെറമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഗ്ലൈക്കോളിക് ആസിഡിനോട് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ നൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഫോളോ ആയി സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈവൻ ദോ നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഡ്രൈ ആക്കത്തില്ലെങ്കിലും നമ്മൾ ഹൈഡ്രേഷൻ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഫസ്റ്റ് നൈറ്റ് ആഴ്ചയിൽ എല്ലാ ദിവസവും നൈറ്റ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ പറ്റത്തില്ല. ആദ്യം ഒരു 3 ദിവസം, പിന്നെ അതൊരു 4 ദിവസം ആക്കുക, പിന്നെ ഒരു 5, പിന്നെ അങ്ങനെ ഒരാഴ്ച ബേസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ സ്കിന്നിന്റെ ടോളറൻസിന് നല്ലത്.
പക്ഷെ നമ്മൾ അസലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അസലിക് ആസിഡ് നമുക്ക് നോർമലി രാവിലെയും വൈകിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ആക്റ്റീവ് നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇതിനു മുന്നേ നയാസിനമേഡോ വിറ്റാമിൻ സി ഒന്നും യൂസ് ചെയ്തില്ല. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെ അസലിക് ആസിഡ് ആണെങ്കിൽ നമ്മുടെ സ്കിൻ ചിലപ്പോൾ ടോളറേറ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് രാത്രി മാത്രം അസലിക് ആസിഡ് യൂസ് ചെയ്യുക. നോർമലി അസലിക് ആസിഡ് വലിയ ഇറിറ്റേഷൻസ് ഒന്നും തരാത്ത സാധനമാണ്. പക്ഷേ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. രാത്രി മാത്രം യൂസ് ചെയ്യുക. എല്ലാ ദിവസവും ആഴ്ചയിൽ എല്ലാ ദിവസവും രാത്രി യൂസ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ഒരു 5 to 10% ഇടയിലുള്ള അസലിക് ആസിഡ് യൂസ് ചെയ്യാവുള്ളൂ. നോൺ പ്രിസ്ക്രൈബ് ആയിട്ട് നമുക്ക് അത്രേ കിട്ടത്തുള്ളൂ. ആ 10 മുകളിലോട്ടൊക്കെ വേണമെങ്കിൽ ഡോക്ടറിനെ കണ്ടാൽ നമുക്ക് പ്രിസ്ക്രിപ്ഷനായിട്ട് എഴുതി വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് സേഫ്. അപ്പൊ നിങ്ങൾ 5 to 10% ഇടയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. മാത്രമല്ല ഇതിനൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സമയത്തും പ്രഗ്നൻസിയുടെ സമയത്തും വരുന്ന മോക്കുരുവിനെ തടയാനും നമ്മുടെ അസലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്കൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ, മൗത്ത് ഏരിയയിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്നാൽ മാറ്റാവുന്ന. ഇനി നിങ്ങളുടെ മെലാസ്മ ആണെങ്കിൽ മെലാസ്മ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് റീസൺ കാരണം നമുക്ക് മെലാസ്മ വരും. ഈ ചൂടിന്റെ നമുക്ക് പ്രായം, മെനോപാസിന്റെ കാരണം. അപ്പൊ അത് നമ്മള് സൺ എക്സ്പോഷർ അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന കാരണം, സ്ട്രെസ് കാരണമൊക്കെ നമുക്ക് മെലാസ്മ വരും. അപ്പൊ അതിൽ ഏതാണ് റീസൺ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കോജിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള സെറം യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി സേഫ്. കാരണം അല്ലെങ്കിൽ ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്ററിന് മിക്സർ ആയിട്ടുള്ള സെറംസ് ഏതെങ്കിലും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ കോജിക് ആസിഡ് ആണ് കുറച്ചും കൂടെ എഫക്റ്റീവ്, കുറച്ചും കൂടെ കോമൺ ആയിട്ട് കിട്ടുന്നത്. ട്രാൻഎക്സാമിക് ആസിഡ് നല്ലതാണ്, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് കോമൺ ആയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ടാണ് ഞാൻ കോജിക് ആസിഡ് പറഞ്ഞത്. കോജിക് ആസിഡ് യൂസ് ചെയ്യുക. അപ്പൊ എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ട് വന്നു അതും മാറ്റാൻ ശ്രദ്ധിക്കുക. കോജിക് ആസിഡ് യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ വീക്ക്ലി വൺസ് നൈറ്റ് ഗ്ലൈക്കോളിക് ആസിഡ് സെറമോ ക്രീമോ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വീട്ടിലുണ്ടെങ്കിൽ പോലും ഒരു 30 SPF സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്തും മെലാസ്മയൊക്കെ ആണെങ്കിലും മാറ്റേണ്ടത്. പിന്നെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി, ഹോർമോണൽ ചേഞ്ച് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒരു ഡോക്ടറിനെ തന്നെ പോയി കാണുക. അപ്പൊ അവർ പറയും ഇതിനകത്ത് ഏതാണ് ഇതുകൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എടുക്കുന്ന മെഡിക്കേഷന്റെ സൈഡ് എഫക്ട്സ് ആയിട്ടാണോ വന്നതെന്നൊക്കെ ഉള്ളത് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും. മെഡിക്കേഷൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കേഷൻ നിർത്തുമ്പോഴത്തേക്ക് അത് മാറും. പക്ഷെ അല്ലാണ്ട് ഡെഫിഷ്യൻസിയുടെ ബേസ്ഡോ അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസിന്റെ ഒക്കെ ബേസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ട് തന്നെ മാറ്റണം. കാരണം നമ്മൾ അതിനുള്ള മരുന്നോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് ഏതെങ്കിലുമൊക്കെ എടുത്താലേ നമുക്കത് മാറ്റാൻ പറ്റും. സപ്ലിമെന്റ്സ് ഏതാ നല്ലതെന്ന് ചോദിക്കരുത്. ഞാനത് ഒരിക്കലും ഞാനായിട്ട് പറയത്തില്ല. ഡോക്ടറിനെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വിറ്റാമിൻ ഡി ഒക്കെ ആഴ്ചയിൽ ഒരിക്കൽ സൺഡേസിലൊക്കെ മാത്രമേ വിറ്റാമിൻ ഡി നോർമലി എടുക്കാറുള്ളൂ. വിറ്റാമിൻ ഡി പ്രിസ്ക്രിപ്ഷൻ അല്ല, സ്റ്റിൽ നമുക്ക് അറിയത്തില്ലല്ലോ. നിങ്ങൾക്ക് സപ്ലിമെന്റ്സിന്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയത്തില്ല. ഡോക്ടറിനെ ഒന്ന് പോയി കണ്ടിട്ട് എന്താണെന്നൊന്ന് മനസ്സിലാക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് അലർജി റിലേറ്റഡ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സലൈവ് തന്നെ ചില സമയത്ത് നമുക്ക് അലർജി ആയിട്ട് വരും. കാരണം നമുക്കറിയാം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ വായിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ സലൈവ കുറച്ച് അസിഡിക്കാണ്. ഈവൻ നമ്മുടെ സ്കിൻ അസിഡിക് ആണെങ്കിലും സലൈവ അതിനേക്കാളും അസിഡിക് ആയതുകൊണ്ട് ചില ആൾക്കാർക്ക് നമ്മൾ ഈ തുപ്പൽ കൊണ്ട് ഒരുപാട് ലിക്ക് ചെയ്യുന്ന സമയത്ത്, സലൈവ കൊണ്ട് ഒരുപാട് ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇറിറ്റേഷനും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ ബുക്ക് വീണതാണ്. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിക്കിങ് കുറയ്ച്ചാൽ മാത്രമേ നമുക്ക് മാറത്തുള്ളൂ. അതിൻ്റെ കൂടെ ആൽഫ ആർബിറ്റ് അത്രയും ഹൈ കോൺസെൻട്രേഷനിലാണ് ലോ കോൺസെൻട്രേഷനിലുള്ള ആൽഫ ആർബിറ്റിനും സൺസ്ക്രീനും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറും. പിന്നെ ഇറിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇറിറ്റേഷൻ മാറ്റാനായിട്ട് ഒന്ന് ഡോക്ടറിനെ കാണുന്നത് ഒന്ന് സേഫ് ആണ്. അടുത്ത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ മാറാനായിട്ട് വിറ്റാമിൻ സിയോ നിയാസിനമൈഡോ യൂസ് ചെയ്താൽ മതിയെന്ന്. വിറ്റാമിൻ സി നമുക്ക് സ്കിൻ ബ്രൈറ്റൻസ് തരും എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ സൺ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഡാമേജുകൾ മാറ്റാൻ മാത്രമേ വിറ്റാമിൻ സിക്ക് ഹെൽപ്പ് ചെയ്യൂ. നിയാസിനമൈഡ് ആണെങ്കിൽ ഒരു ചെറിയ പരിധി വരെ മാത്രമേ നമുക്ക് ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന മൗത്ത് ഏരിയയിലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ നല്ല വലുതായതുകൊണ്ട് തന്നെ നമുക്ക് വിറ്റാമിൻ സിയോ നിയാസിനമൈഡോ യൂസ് ചെയ്ത് മാറ്റാന്ന് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ ഒരു DIY ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കുറച്ച് നൈറ്റ് ക്രീം ബേസ് ചെയ്ത ക്വസ്റ്റ്യനും കൂടെ വന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തൊരു ക്വസ്റ്റ്യനും കൂടെ വന്നു. അപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്താണ് പറയാൻ പോകുന്നത്. ഇപ്പൊ സ്ഥിരമായിട്ട് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം എനിക്ക് DIY അത്ര ഇഷ്ടമുള്ള ഒരാളല്ലെന്ന് വെച്ചാൽ ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ്. അതിന് 2 റീസൺസ് ഉണ്ട്. ഫസ്റ്റ്, നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നെങ്കിലും നമ്മൾ നമ്മുടെ പൈസ കൊണ്ട് നോക്കിയാണല്ലോ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ DIY സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും എക്കണോമിയാണ്, അതായത് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ്. നമ്മൾ മോയ്സ്ചറൈസർ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് നമ്മളിപ്പോൾ എന്താണോ അല്ലാണ്ട് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന അത് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണല്ലോ. ഇപ്പൊ നമ്മൾ DIYക്ക് യൂസ് ചെയ്യുന്ന സാധനം നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുന്ന വെച്ചിട്ട്
നിങ്ങൾ അതിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മോസ്റ്റ് ഓഫ് ദി ടൈംസ് നമ്മൾ അല്ലാണ്ട് ഒറ്റയടിക്ക് വാങ്ങിക്കുന്നേക്കാളും റേറ്റ് കൂടുതലായിരിക്കും. അപ്പൊ നമുക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ്. കാരണം നമ്മൾ ചെറിയ ചെറിയ രീതിയിലല്ലേ എടുക്കുന്നത്. നമ്മളെ വീട്ടിലുള്ളതായാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെക്കുന്നില്ല. അപ്പൊ ഏറ്റവും നല്ലത് അതുകൊണ്ട് എനിക്ക് DIY ഇഷ്ടമല്ല. രണ്ടെന്ന് വെച്ചാൽ ആൾക്കാർ DIY എന്നും പറഞ്ഞിട്ട് 2-3 സാധനങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല ഈ പ്രൊഡക്റ്റിനകത്ത് എന്തൊക്കെയാ ഉള്ളത്, മറ്റേ പ്രൊഡക്റ്റിനകത്ത് എന്തൊക്കെയാ ഉള്ളത്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ പോലും ആരും സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് നോക്കിയൊന്നും അല്ല വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് 2 ഡിഫറെന്റ് സാധനം വാങ്ങിച്ചിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പാടില്ലാത്ത സാധനങ്ങൾ കാണും. ഒന്ന്, ഇപ്പൊ രണ്ടിനും ചിലപ്പോൾ ആൽക്കഹോൾ കണ്ടന്റ് കാണും. അപ്പൊ രണ്ടും പ്രൊഡക്റ്റും അവർ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് സ്കിന്നിന് ആവശ്യമുള്ളത് കാണും, ഇതിനകത്ത് സ്കിന്നിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ആവശ്യത്തിന് ഡ്രൈയിങ് രീതിയിലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സമ്മപ്പ് ആവുമ്പോൾ എക്സ്ട്രീം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കോൺസെൻട്രേഷൻ നമ്മുടെ സ്കിന്നിലോട്ട് നമ്മൾ ചില സമയത്ത് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, സ്കിന്നിന് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും. പിന്നെ അടുത്തൊരു എനിക്ക് ഇഷ്ടമില്ലാത്ത റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളിത് വാങ്ങിയിട്ട് ഓൾറെഡി ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരുമിച്ച് വെക്കും. അപ്പൊ ഉണ്ടാവണേ എന്തെന്ന് വെച്ചാൽ ഇപ്പൊ 3 ദിവസം 4 ദിവസത്തേക്കൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചില പ്രൊഡക്റ്റ് ഒരുപാട് ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യും. ഓക്കെ, തീരുന്നവരെ വെയിറ്റ്. അപ്പൊ അതിന്റെ ഒരു ടൈം ഉണ്ട്, നമുക്ക് അത് അറിയത്തില്ല. ഇത് നമ്മളത്ര സയന്റിഫിക് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പൊ നമുക്ക് അറിയത്തില്ല ഇത് എത്ര നാൾ പോകും എന്നുള്ളത്. അപ്പൊ നമ്മളത് തീരുന്നവരെ യൂസ് ചെയ്യും. അത് ബാക്ടീരിയവും ഫംഗസ് ആവും നമ്മുടെ സ്കിന്നിൽ വരുമ്പോഴത്തേക്കും ഒന്ന് ബെനിഫിറ്റ് കിട്ടത്തില്ല, പൈസ വേസ്റ്റ്. 2, ചിലപ്പോൾ നമുക്ക് സ്കിന്നിന് പണിയും കിട്ടും, മോക്കുരു വരും. നമ്മൾ അറിയത്തില്ലേ മോക്കുരു വന്നത് ഇത് തേച്ചിട്ടാണ്, നമ്മൾ വേറെ വല്ല റീസൺ ആണെന്ന് വിചാരിച്ചിട്ട് കളയും. അപ്പൊ അതൊരു റീസണാണ് എനിക്ക് DIY ഇഷ്ടമല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ DIY തമ്മിലുള്ളൊരു എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ലേന്ന് വെച്ചാൽ അഫ്കോഴ്സ് ഞാൻ അലോവേര ജെല്ല് മാത്രം ചില സമയത്ത് മുഖത്ത് കുറച്ചൊരു വെറുതെ ഇട്ടിരിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒന്നും മിക്സ് ചെയ്യാറില്ല. ഏറ്റവും സേഫ് ആയിട്ട് തോന്നുന്നത് ഞാൻ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് വായിച്ച് എനിക്ക് ഓക്കെ ഫൈൻ ഇതിനകത്ത് ഇതൊക്കെയാണ് ഇത് മിക്സ് ചെയ്ത കുഴപ്പമില്ല അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ. പക്ഷെ അത് ഭയങ്കര പണിയാണ്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യല് ഭയങ്കര കുറവാണ്. മാക്സിമം ഏതെങ്കിലും ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഫേസിൽ ഇടുമെന്നല്ലാണ്ട് ഞാൻ അങ്ങനെ അതും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ അത്രയും ഉറപ്പുള്ള സാധനങ്ങൾ ഞാൻ എന്റെ ഫേസിലായിട്ട് DIY ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരേ ഒരു സാധനം അലോവേര ജെല്ലാണ്. വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. സ്റ്റിൽ എനിക്കൊരു ഡ്രൈനെസ് ഫീൽ ആവാറുണ്ട്. അല്ലെങ്കിൽ പ്യൂർ അലോവേര മോയ്സ്ചറൈസേഷൻ ആയിട്ട് വേണ്ടി ഉണ്ടാക്കുന്ന പ്യൂർ അലോവേര ജെൽ ഉണ്ടാവില്ല, അത് ഞാൻ യൂസ് ചെയ്യും. കാരണം അവർ 100% അലോവേര എന്ന് പറഞ്ഞാലും അതിനകത്ത് മോയ്സ്ചറൈസേഷന് വേണ്ടിയുള്ള ബാക്കിയുള്ള സാധനങ്ങൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത് യൂസ് ചെയ്യും. അതാണ് DIY ഞാൻ തമ്മിൽ ചേരാത്തത്. അപ്പൊ അതിനും ഞാൻ DIY ഇഷ്ടമല്ല കട്ട് ഓൺ പറയുന്നതിന് മുന്നേ എക്സ്പ്ലനേഷൻ തരുന്ന നല്ലതാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. എനിവേസ്, ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ റോസ് വാട്ടറും അല്ലെങ്കിൽ ഗ്ലിസറിനും കൂടി ചേർത്താണ് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് റെറ്റിനോളിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, റെറ്റിനോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആക്കുന്ന ഒരു ഏജന്റ് ആണ്. ഈവൻ ദോ അതിന് നല്ല റിസൾട്ട് തരുമെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നല്ല അന്തസ്സായിട്ട് തിരിച്ച് പണിയരാൻ പറ്റുന്ന ഒരു സാധനമാണ് റെറ്റിനോൾ. പക്ഷെ പ്രോപ്പർ ആയിട്ട് നല്ല വൃത്തിക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ ഗൈഡൻസേ ഉള്ളൂ. ആ ഗൈഡ് ലൈനിൽ നമ്മളത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പറയുന്ന ഗൈഡൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഗൈഡ് ലൈൻ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് വെച്ച് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന സാധനമാണ് റെറ്റിനോൾ. നമ്മൾ റെറ്റിനോളിന്റെ കൂടെ ഗ്ലിസറിനും റോസ് വാട്ടറും യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ റെറ്റിനോളും ഗ്ലിസറിനും റോസ് വാട്ടറും ഒരുമിച്ച് യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ചിലപ്പോൾ ഓവറായിട്ട് ഡ്രൈ ആവും. അപ്പൊ ഗ്ലിസറിനും റോസ് വാട്ടറും എടുക്കാൻ പറ്റും. ഈ ഗ്ലിസറിൻ ഒരു നല്ല ഹ്യൂമെക്റ്റിൻ ആണ്. ഹ്യൂമെക്റ്റിൻ എന്ന് വെച്ചാൽ നമ്മുടെ അന്തരീക്ഷത്തിലൊന്ന് നമ്മുടെ സ്കിന്നിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു സാധനമാണ് ഗ്ലിസറിൻ മാത്രമല്ല ഹൈഡ്രോളിക് ആസിഡ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. ഇതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇനി പറഞ്ഞത് ഇനിയും കൂടി പോകും. വീഡിയോ ഇപ്പൊ തന്നെ അത്യാവശ്യം കൂടുതലാണ്. ലിങ്ക് കൊടുക്കാം, വെറുതെ ലിങ്ക് കൊടുക്കുക അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ലിങ്ക്. അപ്പൊ അതും കണ്ടോക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേസ്, അപ്പൊ നമ്മൾ ഗ്ലിസറിനും ഹ്യൂമെക്റ്റിൻ ആണ്. ഈ ഹ്യൂമെക്റ്റിനും റോസ് വാട്ടർ ബേസിക്കലി ഒരു ടോണറിന്റെ അത്ര ഹൈഡ്രേഷനെ തരും. നമ്മൾ പറയത്തില്ല ടോണർ ഹൈഡ്രേഷൻ തരുന്നത് മോയ്സ്ചറൈസർ തരുന്ന ഹൈഡ്രേഷൻ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആണ്. ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ അത് 3 സാധനം കൊണ്ടാണ് നമുക്ക് ഹൈഡ്രേഷൻ തരുന്നത്: ഹ്യൂമെക്റ്റന്റ്, ഇമോളിയന്റ്, ഒക്ലൂസീവ്. ഇതിനകത്ത് നമുക്ക് ഹ്യൂമെക്റ്റന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇമോളിയന്റ് ഒക്ലൂസീവ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ റോസ് വാട്ടറും ഇതും കൂടെ മിക്സ് ചെയ്ത ഒരു ടോണറിന്റെയും ഹ്യൂമെക്റ്റന്റെ എഫക്റ്റേ കിട്ടിയുള്ളൂ. ബാക്കി രണ്ടും അവിടെ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്കിന്നിന് വേണ്ട ഹൈഡ്രേഷൻ തരത്തില്ല. മാത്രമല്ല നിങ്ങളുടെ നല്ല എക്സസീവ് ആയിട്ടുള്ള ഒരു ഡ്രൈ സ്കിന്നോ റെറ്റിനോൾ ഉപയോഗിച്ച് ഡ്രൈനെസ്സും കൂടെ ഉള്ള സ്കിൻ ആണെങ്കിൽ ഈ യൂസ് ചെയ്യുന്ന ഇത് നമുക്ക് ആ ഫലം തരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്കിൻ ഡ്രൈയിങ് ഏജിനും കൂടി യൂസ് ചെയ്യുന്നത് സ്കിൻ എക്സ്ട്രാ ഡ്രൈയോ മാത്രമല്ല നമ്മൾ ഓൾറെഡി റെറ്റിനോൾ ഒരു ഡ്രൈ സ്കിന്നിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഗ്ലിസറിൻ നമ്മൾ ഒരിക്കലും ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്തുകൂടാത്ത സാധനമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈവൻ ദോ നിങ്ങൾ റോസ് വാട്ടർ കൊടുക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ആരും യൂസ് ചെയ്യും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ റെറ്റിനോളായിട്ട് ബേസ് ചെയ്താണ് ഞാൻ റെറ്റിനോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് ക്രീം യൂസ് ചെയ്യാം. കോമൺലി ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എല്ലാ നൈറ്റ് ക്രീമും ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള എല്ലാ നൈറ്റ് ക്രീമും ഒരു സാധാരണ മോയ്സ്ചറൈസേഴ്സ് ആണ്.
നമ്മളൊരു നൈറ്റ് ക്രീമായിട്ട് പറയുന്ന അതിനകത്ത് റെറ്റിനോൾ ഉള്ളപ്പോൾ മാത്രമാണ്. ഇപ്പം ഒറ്റ ഒരു മോയ്സ്ചറൈസറിൽ മാത്രമേ നമ്മൾ നോർമലി കാണുന്നതിലും ഒലയുടെ ഒരു മോയ്സ്ചറൈസർ, നമ്മൾ ഇന്ത്യയിലുള്ള ഒലയുടെ ഒരു മോയ്സ്ചറൈസറിൽ മാത്രമേ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള റെറ്റിനോൾ ഞാൻ കണ്ടിട്ടുള്ളൂ. ടു ബി ഫ്രാങ്ക്, ഈവൻ ദോ ഡോട്ട് ആൻഡ് ഗീക്ക് ഉണ്ടെങ്കിൽ പോലും ഡോട്ട് ആൻഡ് ഗീയുടെ നൈറ്റ് ക്രീമിനകത്ത് വളരെ കുറച്ച് അളവിലുള്ള റെറ്റിനോളേ ഉള്ളൂ. അത് നമ്മുടെ സ്കിന്നിന് വേണ്ടത്ര ഇത് തരാനും പോകുന്നത്. പ്യൂർ ഓണസ്റ്റി പറയുകയാണെങ്കിൽ. അടുത്തെന്ന് വെച്ചാൽ നൈറ്റ് ക്രീം ഉപയോഗിച്ചിട്ട് റെറ്റിനോൾ ഉപയോഗിച്ചിട്ട് നൈറ്റ് ക്രീം ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് മോയ്സ്ചറൈസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കും, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ വീണ്ടും റെറ്റിനോൾ ഒലയൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് ഉപയോഗിക്കരുത്. കാരണം നമ്മൾ ആഡ് ഓൺ ചെയ്യാണ്. ഓൾറെഡി നമ്മൾ റെറ്റിനോൾ കൊടുക്കുന്നു, വീണ്ടും നമ്മൾ ലെയർ ചെയ്യാണ് റെറ്റിനോൾ. അതിന്റെ ആവശ്യമില്ല, ഒറ്റ റെറ്റിനോളിന്റെ ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നൈറ്റ് ക്രീമിനകത്ത് ചിലപ്പോൾ സാലിസിലിക് ആസിഡോ അല്ലെങ്കിൽ വിറ്റാമിൻ സി ബേസ് ചെയ്തിട്ടുള്ള നൈറ്റ് ക്രീമോ അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്ത നൈറ്റ് ക്രീമോ, ഇതല്ല എന്നുണ്ടെങ്കിൽ ഡെർംഡോക്കിന്റെ, നിങ്ങൾ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ചോദിക്കുന്ന നൈറ്റ് ക്രീം ഇതായിരിക്കും. ഡെർംഡോക്കിന്റെ 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീം യൂസ് ചെയ്തോട്ടെ. പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർ 2% കോജിക് ആസിഡ് മാത്രമേ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ അതിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കിയാൽ അതിനകത്ത് 2% കോജിക് ആസിഡ് തൊട്ട് മുന്നേ വേറൊരു സാധനമാണ് സാലിസിലിക് ആസിഡ്. റെറ്റിനോളും സാലിസിലിക് ആസിഡും നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ സ്കിൻ ഡ്രൈ ആവുന്നതിൽ സ്കിന്നിന് നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത 2 ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ നിങ്ങൾ നൈറ്റ് ക്രീം ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ ബേസിക് മോയ്സ്ചറൈസർ നൈറ്റ് ക്രീം ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഓലെ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സാലിസിലിക് ആസിഡ് ഉള്ള നൈറ്റ് ക്രീംസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഡോട്ട് ആൻഡ് ഗീഡതും വളരെ കുറച്ചാണെങ്കിൽ പോലും അതിനകത്ത് ഇതുണ്ട്, റെറ്റിനോൾ ഉണ്ട്. അതല്ല വിറ്റാമിൻ സി ബേസ് ചെയ്തിട്ടുള്ള നൈറ്റ് ക്രീം ഒക്കെ ആണെങ്കിൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ നോർമൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. റെറ്റിനോളിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടാണെങ്കിൽ സൺഡേയിൽ അപ്ലോഡ് ചെയ്ത റെറ്റിനോളിന്റെ വീഡിയോ ഒന്ന് കാണുക. അതിനകത്ത് ഓൾമോസ്റ്റ് റെറ്റിനോളിനെ പറ്റി എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ റെറ്റിനോളിനെ പറ്റി ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അടുത്തത് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചായിരുന്നു ആക്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. കാരണം ഇപ്പൊ ആക്നെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് മുഖത്ത് ആക്നെ വരുന്നത് ഒരുപാട് റീസൺ കാരണമായിരിക്കും. ഹോർമോണൽ ചേഞ്ച് കാരണം, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന കാരണം, അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചോയ്സ് കാരണം, ഫുഡ് ചോയ്സ് കാരണം ഒക്കെ ആയിരിക്കും നമുക്ക് ആക്നെ വരുന്നത്. ഫസ്റ്റ് നമുക്ക് എന്തുകൊണ്ട് മോക്കുരു വരുന്നു? ഇപ്പൊ മോക്കുരു മാത്രമാണോ ആക്നെ എന്ന് വെച്ചാൽ അല്ല. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ക്ലോസ്ഡ് കൊമഡോൺസും ഒക്കെ മിലിയൊക്കെ ആക്നെയുടെ അണ്ടറിൽ വരുന്ന സാധനമാണ്. അപ്പം ക്ലോസ്ഡ് കൊമഡോൺസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് ഹെഡ്സ് തന്നെ വൈറ്റ് ആയിട്ടിരിക്കുന്ന സാധനം, അതിന്റെ മുകളിൽ ഒരു നമ്മുടെ സ്കിന്നും കൂടെ വരും. പൊട്ടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ അത് അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പം ഭയങ്കര ഇറിറ്റേഷൻ കിട്ടുന്നു. ഒരു കാണുമ്പോൾ ഇറിറ്റേഷൻ തോന്നും, പക്ഷെ അതിനകത്ത് റെഡ്നെസ്സും ഒന്നും വരത്തില്ല. അത് അവിടെ അങ്ങനെ ഇരിക്കും. അതാണ് ക്ലോസ്ഡ് കൊമഡോൺസ്. അത് കൂടുതൽ നെറ്റിയിലും നമ്മുടെ ഈ താടിയുടെ ഇവിടെയും ചീക്സിന്റെ അവിടെയൊക്കെ ആയിരിക്കും വരും. അത് ക്ലോസ്ഡ് കൊമഡോൺസ്. പക്ഷെ അത് നേരെ കണ്ണിന്റെ അടിയിലോട്ട് വരികയാണെങ്കിൽ അത് മിലിയായിരിക്കും. അത് രണ്ടും എക്സ്ട്രീംലി ഓപ്പോസിറ്റ് സാധനങ്ങളാണ്. മിലിയെ കൂടുതലും നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ വന്നിട്ട് ഡെഡ് ഷെഡായിട്ട് സ്കിന്നായിരിക്കും കവർ ചെയ്യുന്നത്. മറ്റേത് വൈറ്റ് ഹെഡ്സ് ആണ് ക്ലോസ്ഡ് കൊമഡോൺസ് വരുന്നത്. അല്ലാണ്ട് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ജനറൽ ആയിട്ട്. വൈറ്റ് ഹെഡ്സ് തന്നെയാണ് ക്ലോസ്ഡ് കൊമഡോൺസ് വരുന്നത്. ബ്ലാക്ക് ഹെഡ്സ് ഓപ്പൺ പോസ്റ്റിനകത്ത് ഇങ്ങനെ ഡെബ്രീസും ഓയിൽസും ഡെഡ് സ്കിന്നും ഒക്കെ വന്ന് ഓക്സിഡൈസ്ഡ് ആകുമ്പോഴാണ് അത് ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് മാറുന്നത്. പിന്നെ നമ്മുടെ നോർമലി പിമ്പിൾ ആയിട്ടുള്ള ആക്നെ. അപ്പൊ നിങ്ങൾക്ക് പിമ്പിൾ ആണില്ലെങ്കിൽ എങ്ങനെ മാറ്റാന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ കൂടുതൽ ആക്നിയെ പറ്റി അറിയണമെങ്കിൽ ഞാൻ ഐക്കാർഡിലൊരു വീഡിയോ എടുക്കാം, അതൊന്ന് കയറി കണ്ടുനോക്കിയാൽ മതി. എനിവേസ് നമ്മൾ മോക്കുരുവിലോട്ട് വരുമ്പോൾ, മോക്കുരു വരുന്നത് നമ്മൾ ഫുഡ് ബേസ്ഡ് ആയിട്ടാണോ എന്ന് നോക്കണം. അതായത് നമ്മൾ ഷുഗർ കഴിക്കുന്നുണ്ട്, മിൽക്ക് പ്രൊഡക്ട്സ് കഴിക്കുന്നുണ്ട്, ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജങ്ക്സ് കഴിക്കുന്നുണ്ട്, പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നതുകൊണ്ടൊക്കെ ചില ആൾക്കാർക്ക് മോക്കുരു വരും. 1. 2, നട്ട്സ് കഴിക്കുന്നവർക്കും ചില ആൾക്കാർക്ക് വരും. 2 എന്ന് വെച്ചാൽ നമുക്ക് ഹോർമോണൽ ചേഞ്ച് വരും. പ്രത്യേകിച്ച് ആണുങ്ങൾക്കൊക്കെ ഹോർമോണൽ ചേഞ്ച് വരുന്ന കാരണം മോക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന്റെ അടുത്ത റീസൺസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സിസ്റ്റിക് ആക്നെ ഒക്കെ ആയിരിക്കും വരുന്നത്. അതും ഹോർമോണൽ ബേസ് ചെയ്തിട്ടൊക്കെ തന്നെ വരുന്നതാണ്. പിന്നെ 3ാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ ഹൈജീൻ കാരണം വരുന്ന മോക്കുരുവാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഫേസ് തുടയ്ക്കുന്ന ടവൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ബ്രഷുകൾ, അതായത് മേക്കപ്പ് നമുക്ക് ഒരിക്കലും നമ്മുടെ സ്കിൻ ഡാമേജ് ആക്കത്തില്ല. മേക്കപ്പ് അപ്ലൈ ചെയ്യുന്ന ടൂൾസ്, അതായത് ബ്രഷസ് അല്ലെങ്കിൽ സ്പഞ്ചുകൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോക്കുരു വരാം. അപ്പൊ ഇതിനകത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മോക്കുരു വരുന്നതെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ ഇപ്പം അതിന്റെ പ്രൊഡക്ട്സിന് സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം നമുക്ക് മോക്കുരു മാറ്റണമെങ്കിൽ ഒരു ചെറിയ സ്കിൻ ഡ്രൈയിങ് ഏജന്റും കൂടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ബെൻസോൾ പെറോക്സൈഡ് ക്രീമോ ഫേസ് വാഷോ അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് സിറമോ ഫേസ് വാഷോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്കിന്നെ ഒന്ന് ഡ്രൈ ആക്കും. അപ്പൊ സൈഡ് എഫക്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്കിൻ ഡ്രൈനെസ് ഒരു സൈഡ് എഫക്ട് തന്നെയാണ്. സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റും ഇല്ല. അപ്പൊ ചെറുതായിട്ടൊന്ന് സ്കിൻ ഡ്രൈയിങ് ആവും, പക്ഷെ നമുക്കത് ഫീൽ ആവത്തില്ല. കാരണം കൂടുതൽ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ
നമുക്കത് ഫീൽ ആവത്തില്ല. അപ്പൊ നിങ്ങൾക്ക് മോക്കുരു ഉണ്ടെങ്കിൽ ആദ്യമേ റീസൺ കണ്ടുപിടിക്കുക, പിന്നെ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ്, സാലിസിലിക് ആസിഡോ അല്ലെങ്കിൽ ബെൻസോൾ പെറോക്സൈഡോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നോൺ കൊമഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മാത്രമല്ല ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും സ്കിൻ കെയർ പ്രോഡക്ട്സ് സ്കിൻ കെയർ പ്രോഡക്ട്സ് അല്ല, നിങ്ങൾ എന്തെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൂൾസ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഉപയോഗിക്കുക. നിങ്ങൾ ടവല് 2 ടവൽ വെക്കുക, എല്ലാ ദിവസവും കഴുകി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ ആരുമായിട്ട് ഒരു പ്രൊഡക്റ്റും സ്കിൻ ബ്രഷ് ടൂൾസ് ആവുന്ന ആരുമായിട്ടും ഷെയർ ചെയ്യരുത്. ഓക്കെ, അത്ര ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ കൂടെ മോക്കുരു തൊടാനും പൊട്ടിക്കാനും പോകരുത്. കാരണം കറുത്ത പാട് നമുക്ക് പിന്നെ മാറ്റിയെടുക്കാം. സ്കാറിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് മാറ്റാനായിട്ട്. നല്ല രീതിയിൽ ആ പൊട്ടിക്കുന്ന സുഖയെ കാണുള്ളൂ, പിന്നെ നല്ല പണി കിട്ടും. അതുകൊണ്ട് സ്കാറിങ് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു ചെറിയ 3 സ്റ്റെപ്പ് റൊട്ടീൻ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ബെൻസോൾ പെറോക്സൈഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. അത് ആ ഒരു റെഡ്നെസ്സിനെയൊക്കെ ഒന്ന് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. കാരണം ഓൾറെഡി നമ്മൾ ഒരു ഡാമേജ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം സ്കിന്നൊന്ന് ഡാമേജ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ സൺലൈറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് ഇത് 3 സ്റ്റെപ്പ് റൊട്ടീൻ ആണ്. പിന്നെ ഞാൻ ആക്നെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇനി വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ചുകൂടി ചെയ്യാം അടുത്ത പ്രാവശ്യം. അപ്പൊ ഇത്രയാണ് ആ ഒരു മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. Q&A ഞാൻ നേരത്തെ പറഞ്ഞൊരു 3rd വീഡിയോ ആയിട്ടുള്ള ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നെന്ന് എനിക്ക് അറിയത്തില്ല. കാണുന്നുണ്ട് എല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം ചെയ്യാനൊരു സുഖമായിരിക്കും. മാത്രമല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ ചോദിക്കുക. മറ്റേ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ഇതുപോലെ പറക്കെടുത്തോണ്ട് വരും, കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇതിനകത്ത് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആവും. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേയ്സിലും ട്യൂസ്ഡേയ്സിലും സൺഡേയ്സിലും വരുന്നത് ഇറ്റ്സ് ലക്ഷ്മീസ് ആയിരിക്കും. ടാറ്റാ.